വെൽക്കം ബാക്ക്. ഇന്ന് രാവിലത്തെ കുറച്ച് ജോലികളും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ ചായക്ക്. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ നേരത്തെ വൈകുന്നേരം ആകുമ്പോഴേ ഇഡ്ഡലീൻ്റെ മാവ് അരച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ അത് മാവ് കുറച്ച് പൊന്തി വരണ്ടെങ്കിൽ നേരത്തെ അരച്ച് വെക്കണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ മാവ് ശരിയായി വരില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തേങ്ങ വറുത്തരച്ചൊരു സാമ്പാറും കൂടിയാട്ടോ തയ്യാറാക്കുന്നത്. തേങ്ങ ഇല്ലാണ്ട് സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. ഉള്ളിയൊക്കെ ഇട്ടിട്ട് വെജിറ്റബിളൊക്കെ കുറവ് എടുത്തിട്ട് നമുക്കൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. അത് ഇതുപോലെ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇന്ന് മക്കൾക്ക് ലഞ്ചിന് ചോറ് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഇഡ്ഡലി സാമ്പാർ മതി എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ചധികം ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തേങ്ങയൊക്കെ വറുത്തരച്ച് തയ്യാറാക്കിയത്. അപ്പോൾ സാമ്പാറും റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇഡ്ഡലിയും തയ്യാറായിട്ടുണ്ട്. സാമ്പാറിന് അത്രയും വെജിറ്റബിളെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള വെജിറ്റബിൾ വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത്. കട്ടിയുള്ള സാമ്പാറല്ല കേട്ടോ, കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ടുണ്ട്. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ നല്ല ഇലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മോനും മോളും പറഞ്ഞു ഇതുപോലെ മതി എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കും ഇതുപോലെ ഞാൻ ഫുഡൊക്കെ തയ്യാറാക്കി കൊടുത്തു. അപ്പോൾ മോൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇനി മോളെയാണ് ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുക്കണം, അതുപോലെ അവളെ സ്കൂൾ കൊണ്ടാക്കുകയും വേണം. അടുത്ത് തന്നെയാണ് സ്കൂൾ, ഒരു 9 മണി കഴിയുമ്പോൾ പോയാൽ മതി. അപ്പോൾ അവൾക്ക് വേണ്ടുന്ന ലഞ്ചും എല്ലാം തയ്യാറാക്കി വെച്ചു. അവളെ മുടിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചു കേട്ടോ. അന്നേരമാണ് അവളൊരു കവിത പാടിയത്. കണ്ടുമുട്ടുന്നു നാം വീണ്ടും സന്ധ്യയിൽ വർണ്ണങ്ങൾ വച്ചു കണ്ണുമായി ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. ഈ ഒരു കവിത 2-3 ദിവസമായിട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് അവൾ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ മോളെ സ്കൂളിലേക്ക് കൂട്ടാൻ പോയി. എന്നിട്ട് മഴയൊക്കെ വരുന്നിടയ്ക്ക് വേഗം വീട്ടിലെത്താലോ എന്ന് ചോദിച്ചിട്ടാണ് വേഗം പോകുന്നത്. പക്ഷേ ഒരു 3:30 ആകുമ്പോൾ മോളെ സ്കൂൾ ക്ലോസ് ചെയ്യും. അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴയുള്ള സമയത്ത് നമ്മൾ വെറുതെ ഈവനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈവനിങ് സ്നാക്സ് എന്താ ഉണ്ടാക്കേണ്ടത് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോഴാട്ടോ നമ്മളെ പഴയകാല സ്നാക്സില്ലേ അരിയുണ്ട, ഞാനൊന്നെങ്കിൽ അടുത്ത കാലത്തൊന്നും അത് ഉണ്ടാക്കിയിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ട് എനിക്ക് അതാ തോന്നിയിട്ടുള്ളത്. ഞാനിവിടെ ബ്രൗൺ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകാതെ നമ്മൾ അരി വറക്കുമ്പോൾ എന്തെങ്കിലും അരിയിൽ മായമുണ്ടോ എന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കഴുകിയുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ സമയം അരി വറുക്കാൻ എടുക്കും. എന്നാലും നല്ല അടിപൊളിയായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സി നാട്ടോ പൊടിച്ചത്. അതുപോലെ തേങ്ങയും വെല്ലവും ജീരകവും കൂടി ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൽ ഈ അരിപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിന് കൈനെ കൊണ്ട് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല അടിപൊളി കളറിൽ കിട്ടും കേട്ടോ, ബ്രൗൺ കളർ അരിയാവുമ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല കടുപ്പത്തിലൊരു ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അരിയുണ്ട റെഡിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.